നമുക്ക് കാണിക്കേണ്ടത് ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് എടുക്കാം. ബൈപാർട്ടേറ്റ് എന്ന് പറയുമ്പോൾ ഏത് എഡ്ജ് എടുത്താലും ഒരു എൻഡ് എക്സ് ആക്സിസിലും ഒരു എൻഡ് വൈയിലും ആയിരിക്കും ഉണ്ടാവുക. എക്സ് ആക്സിസ് അല്ല, എക്സിലും ഒരു എൻഡ് വൈയിലും. ഇപ്പോൾ ഇതിന് നമ്മൾ എക്സ് ആയിട്ടും ഇതിന് നമ്മൾ വൈ ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഏത് എഡ്ജസ് എടുത്താലും ഒന്ന് എക്സിലും ഒന്ന് വൈയിലും ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് കാണിക്കേണ്ടത് എന്താ, മാക്സിമം മാച്ചിങ്ങിൻ്റെ നമ്പേഴ്സും മിനിമം കവറിങ്ങിൻ്റെ നമ്പേഴ്സും ഈക്വൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. കവറിങ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വേർട്ടെക്സിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ. ഏതൊരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു എൻഡെങ്കിലും നമ്മുടെ കവറിങ്ങിൽ വേണം. എന്ന് വെച്ചാൽ ഒരു എൻഡെങ്കിലും ഇപ്പോൾ ഈ ഒരു വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡാർക്കായിട്ട് കൊടുത്തിട്ടുള്ള വേർട്ടെക്സുകളാണ് നമ്മൾ കവറിങ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, ഏത് എഡ്ജ് എടുത്താലും അതിലേതെങ്കിലും ഒരു എൻഡെങ്കിലും നമുക്ക് എന്തിൽ കാണാൻ പറ്റും, ഈ കവറിങ്ങിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വേർട്ടെക്സും ഈ എഡ്ജ് നോക്കിയാൽ അതിൽ രണ്ട് എൻഡിങ്ങും കവറിങ്ങിലുണ്ട്. ഏത് വേർട്ടെക്സും നിങ്ങളെടുത്തോ അതിൽ ഒരു എൻഡിങ് എന്തിലുണ്ടായിരിക്കും, കവറിങ്ങിലുണ്ടായിരിക്കും. ഇനി മാച്ചിങ് എന്ന് പറയുന്നത് എന്താ, നമുക്കറിയാം മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് ഓഫ് എഡ്ജസ് ആണ്. അതിൽ നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ മാച്ചിങ്ങിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാച്ചിങ്ങിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണിക്കേണ്ടത് ഒരു ഗ്രാഫിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം മാച്ചിങ്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഈ ഡാർക്ക് ലൈനിൽ കൊടുത്തിട്ടുള്ള എഡ്ജസുകൾ, ഇതാണ് ഇതിൻ്റെ മാക്സിമം മാച്ചിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മിനിമം കവറിങ്ങിന് ഈക്വലാണ്. ഇപ്പോൾ ഇതിലെ മിനിമം കവറിങ് ഈ ഡാർക്ക് ഡോട്ടിൽ കൊടുത്തിട്ടുള്ള ഈ വെർട്ടെക്സുകളാണ് ഇതിൻ്റെ മിനിമം കവറിങ്. ഇപ്പോൾ നോക്കിയേ, ഇതിൽ 1 2 3 4 5 6 7 മാക്സിമം മാച്ചുള്ള എലമെൻറ്റ് ആണ്. മിനിമം കവറിങ്ങിലോ 1 2 3 4 5 6 7, ഇതും ആണ്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടതാ, ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ മാക്സിമം മാച്ചിങ്ങും മിനിമം കവറിങ്ങിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് അറിയാം നിങ്ങളെ, നമ്മൾ ഇതിലെ മാക്സിമം മാച്ചിങ് എം സ്റ്റാർ എടുക്കുമെന്നു, എന്നിട്ട് എക്സ് ആക്സിസിൽ സാച്ചുറേറ്റ് ചെയ്യാത്ത വേർട്ടെക്സുകൾ നമ്മൾ യു എന്ന് വിളിക്കുന്നു. സാച്ചുറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാച്ചിങ്ങിൽ നമ്മുടെ ഏതെങ്കിലും വേർട്ടെക്സ് നമ്മൾ മാച്ചിങ്ങിൽ ഇല്ലാത്തത്, ഇപ്പോൾ ഈ വേർട്ടെക്സ് ഈ മാച്ചിങ്ങിലുണ്ട്, ഈ വേർട്ടെക്സ് ഈ മാച്ചിങ്ങിലുണ്ട്, ഈ വേർട്ടെക്സ് ആണെങ്കിൽ ഈ മാച്ചിങ്ങിലുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ വേർട്ടെക്സിലും ഓരോ മാച്ചിങ്ങിലുണ്ട്, പക്ഷേ ഈ 3 വേർട്ടെക്സിന് മാത്രം ഒരു മാച്ചിങ്ങിലും ഇല്ല. അങ്ങനത്തെ വേർട്ടെക്സുകളെ നമ്മൾ അൺസാച്ചുറേറ്റഡ് വേർട്ടെക്സ് എന്ന് പറയാം. അങ്ങനെയുള്ള ഈ വേർട്ടെക്സുകളെ നമ്മൾ യു എന്ന് വിളിച്ചു. ഇനി യുയിലെ വേർട്ടെക്സിനോട് ഓൾട്ടർനേറ്റീവ് പാത്ത് വരുന്ന വേർട്ടെക്സുകളുടെ കളക്ഷൻ നമ്മൾ എടുക്കുക. ഓൾട്ടർനേറ്റീവ് പാത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിലെ മാച്ചിങ് എം സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുക, യുയിലെ ഒരു എലമെൻ്റാണിത്. ഇത് എം സ്റ്റാറിലില്ല, ഇത് എം സ്റ്റാറിലുണ്ട്, ഇത് എം സ്റ്റാറിലില്ല, ഇത് എം സ്റ്റാറിലുണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് വരിക. ഇത് എം സ്റ്റാറിലില്ല, ഇത് എം സ്റ്റാറിലുണ്ട്, ഇത് എം സ്റ്റാറിലില്ല, ഇത് എം സ്റ്റാറിലുണ്ട്, ഇത് എം സ്റ്റാറിലില്ല, ഇത് എം സ്റ്റാറിലുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ വെർട്ടിസസ് കിട്ടി, ഇപ്പോൾ ഈ വെർട്ടിസസും കിട്ടി, ഈ വെർട്ടിസസും കിട്ടി. അങ്ങനെ ഓരോന്നുമായിട്ട് എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെർട്ടിസസ് മുഴുവനും കിട്ടും, ഈ വെർട്ടിസസ് മുഴുവനും കിട്ടും. ഇതിനെ ഞാൻ സെഡ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി സെഡ് എന്ന് ഡിനോട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, എക്സ് ആക്സിസിലെ സെഡിൻ്റെ പോർഷൻ ഉണ്ടാവില്ല, ഇത്രയും പോർഷന് എക്സ് ആക്സിസിൽ സെഡിൻ്റെ പോർഷനാണ്. ഇതിനെ ഞാൻ എസ് എന്ന് വിളിച്ചു, ഇതുവരെ. ഇനി വൈ ആക്സിസിലെ സെഡിൻ്റെ പോർഷൻ ഉണ്ടാവില്ലേ, അതിനെ ഞാൻ ടി എന്ന് വിളിക്കുന്നു. ഇപ്പം നമ്മളെടുത്ത ഈ ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് പ്രകാരം നമ്മുടെ ഈ ടിയിലെ വേറെ അൺസാച്ചുറേറ്റ് ആയിട്ടുള്ള ഒരു വേർട്ടെക്സുകളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ എസിൻ്റെ നൈബർഹുഡിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ടിയിലുണ്ടാവുക. വേറെ ആളുകളൊന്നും നമ്മുടെ ടിയിലുണ്ടാവില്ല. കാരണം നമ്മളെടുത്തിട്ടുള്ള ഈ ഓൾട്ടർനേറ്റീവ് പാത്തിൻ്റെ ഈ ഒരു ഇതും പിന്നെ എം എന്ന് പറയുന്നത് മാക്സിമം, എം സ്റ്റാർ എന്ന് പറയുന്നത് മാക്സിമം മാച്ചിങ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി ഈക്വൽ ടു എൻ ഓഫ് എസ് എന്ന് വെച്ചാൽ എസിൻ്റെ നൈബർഹുഡിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ ടിയിലുണ്ടാവുക. ടി എങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, യുവിനോട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാത്ത് നമ്മൾ നോക്കി അങ്ങനെ കിട്ടുന്ന വേർട്ടെക്സുകളെ നമ്മൾ സെഡ് എന്ന് വിളിച്ചു. ആ സെഡിൽ വൈ ആക്സിസ് ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ വെർട്ടെക്സുകളെയാണ് നമ്മൾ ടി എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഈ എസിൻ്റെ നൈബർഹുഡിലുള്ള ആൾക്കാരും ടിയും എന്താണ്, സെയിം ആണ്. അപ്പോൾ നോക്കിയേ, എസിൻ്റെ നൈബർഹുഡിലുള്ള ആൾക്കാർ മാത്രമല്ലേ ഈ ടിയിലുള്ളൂ. ഇവരൊന്നും എസിൻ്റെ നൈബർഹുഡിലുള്ള ആൾക്കാരില്ലല്ലോ. നോക്കി, ഇങ്ങോട്ടേക്കൊരു മാച്ചിങ് തന്നെ ഇല്ല, ഇങ്ങോട്ടേക്കൊരു എഡ്ജസ് തന്നെ ഇല്ല. ഇനി ഞാൻ കെ ടിൽഡ എന്ന് പറയുന്ന പുതിയൊരു കാര്യം ഡിഫൈൻ ചെയ്യാൻ പോവാം. കെ ടിൽഡയിൽ എങ്ങനെയാണുള്ളതെന്ന് അറിയോ, നമ്മുടെ എക്സ് ആക്സിസിലെ നമ്മൾ ഈ എസ്സിനെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും ടേം ഒഴിവാക്കിയിട്ടുള്ള ഈ പോർഷൻ ഇത് കെ ടിൽഡയിൽ ഉണ്ടാവും, ഇതും ഉണ്ടാവും. ഈ ടി എന്ന് പറയുന്ന ഈ പോർഷനും ഉണ്ടാവും, ഈ പോർഷനും ഉണ്ടാവും. എക്സിന്ന് എസ് ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു പോർഷനും ഉണ്ടാവും, പിന്നെ ഈ ടി എന്ന് പറയുന്ന പോർഷനും ഉണ്ടാവും. ഇനി നോക്കിയേ, നമ്മൾ ഇതിലെ ഏത് എഡ്ജസ് എടുത്തു കഴിഞ്ഞാലും അതിലെ ഒരു എൻഡ്
ഇതിലും ഒരു എൻഡ് ഇതിലുമായിരിക്കും. മാറിപ്പോയോ? ഇതിൽ ഏത് എഡ്ജസ് എടുത്തു കഴിഞ്ഞാലും അത് ഈ നമ്മുടെ ഈ കേട്ടിൽഡേലുണ്ടാവും അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഉണ്ടാവും അതിൻ്റെ ഈ നമ്മളെ ഇതിൽ ഏത് എഡ്ജസ് എടുത്തു കഴിഞ്ഞാലും. ഇപ്പോൾ ഇതാ ഈ എഡ്ജ് നോക്കി അതിൻ്റെ ഒരു എൻഡ് ഇവിടെ ഉണ്ട്, ഈ എഡ്ജ് നോക്കി അതിൻ്റെ ഒരു എൻഡ് ഇവിടെയാണ്, ഈ എഡ്ജ് അതിൻ്റെ ഒരു എൻഡ് ഇവിടെയാണ്, അങ്ങനെ ഈ എഡ്ജ് നോക്കി അതിൻ്റെ ഒരു എൻഡ് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഏത് എഡ്ജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് എവിടെ ഉണ്ടാവും? ഇതാ ഈ നമ്മുടെ എടുത്ത കേട്ടിൽഡ എന്ന് പറഞ്ഞത് ഇവരുടെ ഇടയിൽ ഉണ്ടാവും. ഇനി നമുക്ക് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇനി അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒരു എൻഡ് എസ്സിലും ഒരു എൻഡ് ഇതാ ഇവിടെയും വരണം അല്ലേ? അങ്ങനെ ഒരു എൻഡ് ഇവിടെയും ഒരു എൻഡ് ഇവിടെയും ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഇപ്പോൾ പറഞ്ഞതിന് കോൺട്രഡിക്ഷൻ ആവുള്ളൂ അല്ലേ? ഇപ്പോൾ ഇങ്ങനൊരു എഡ്ജസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് പോലും നമ്മുടെ കേട്ടിൽഡേൽ വരില്ല. പക്ഷെ അങ്ങനെ വരുമോ? ഇല്ല. കാരണം എന്താ, നമ്മളെടുത്ത ഈ യു എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് പാത്തിൽ, സെറ്റ് എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് പാത്തിൽ ഇതാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതും എന്തിൽ വിടുമായിരുന്നു? ടീയിൽ വിടുമായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വരുമായിരുന്നു എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അത് ടീയിൽ പെടുമായിരുന്നു. അപ്പോൾ ടീയിൽ പെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഒരു എഡ്ജ് അവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതൊന്നെങ്കിൽ ഈ ഭാഗത്തുണ്ടാവും അല്ലെങ്കിൽ ഈ ഭാഗത്തുണ്ടാവും. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കേട്ടിൽഡേയിലുണ്ടാവും. അപ്പോൾ കേട്ടിൽഡ എന്ന് പറയുന്നത് നമുക്ക് എന്താ, മിനിമം കവറിങ് ആണ്. ഈ കവറിങ്ങുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ, എം സ്റ്റാറിനോട് ഈക്വൽ ആയില്ലേ? എം സ്റ്റാറിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താ, മാക്സിമം കവറിങ്ങും മാക്സിമം മാച്ചിങ്ങും മിനിമം കവറിങ്ങും ഈക്വലായി എന്ന് കിട്ടിയില്ലേ? ഓക്കെ, രണ്ടും ഈക്വലായില്ലേ?